ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റ് ആയുധമാക്കി മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ വ്യാപാരവിരുദ്ധ സമീപനത്തെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെയായി നമ്മുടെ പ്രശ്നങ്ങളിൽ നിരന്തരം നാം നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ് നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി രാജേഷിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ വ്യാപാരികൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, സഖാവ് പിണറായി വിജയൻ അറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ വ്യാപാരികൾ പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. അതിന് കാരണമുണ്ട്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ വ്യാപാരികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ചെറിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല, പലരും മറന്നുപോയി കാണും. വാറ്റ് കുടിശ്ശികയുടെ പേരിൽ ആത്മഹത്യകൾ, കടപരിശോധന പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കൽ, വാറ്റ് കുടിശ്ശികയുടെ പേരിൽ 100 കണക്കിന് വ്യാപാരികൾ ഇന്ന് കച്ചവടം നിർത്തിപ്പോയ കാര്യം, നമ്മുടെ പെൻഷൻ 27 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതിരുന്ന അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, എസ് ദേവരാജൻ, അഹമ്മദ് ഷെരീഫ്, പി.സി. ജേക്കബ്, എം.കെ. തോമസുകുട്ടി, അബ്ദുൽ ഹമീദ്, സണ്ണി പൈമ്പള്ളിയിൽ, ലത്തീഫ് വി.എം, എ.ജെ. റിയാസ്, വൈ. വിജയൻ, പുനത്തിൽ ബാഷിദ്, വനിതാ പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.